അല്ല, ജയ്ക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഛത്തീസ്ഗഡ് അനുഭവിക്കുന്നത് മതനിരപേക്ഷവാദിയായ ജയ്ക്ക് മനസ്സിലാക്കേണ്ട കാര്യം ഛത്തീസ്ഗഡ് അനുഭവിക്കുന്ന ഏറ്റവും വലിയ വിഷയം മാവോയിസ്റ്റുകളുടെ പ്രശ്നമാണ്. അദ്ദേഹത്തിന്റെ തന്നെ ഐഡിയോളജിയുടെ ഒരു എക്സ്ട്രീം മുഖമാണ് മാവോയിസം. CPI മാവോയിസ്റ്റ് ഫാക്ഷന്റെ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ഛത്തീസ്ഗഡിനെ വേരോടെ പിടിച്ചു കുലുക്കുന്ന പ്രശ്നങ്ങൾ. അതിൽ ക്രിസ്ത്യൻസ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഹിന്ദുസ് ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ടാർഗറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ചും ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കൂടുതലാണ്. ദുർഗാ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഒരു ഈ വിഷയത്തിൽ ജയ്ക്ക് സംസാരിച്ചതെല്ലാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മിഥുൻ പറയുന്ന വിഷയമല്ല ഇവിടെ ചർച്ച വിഷയം. മാവോയിസ്റ്റ് വിഷയമല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ ഒന്നാം പ്രതി ഒരു സെക്കൻഡ് ഒന്നാം പ്രതി സിസ്റ്റർ പ്രീത മേരി, രണ്ടാം പ്രതി സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, മൂന്നാം പ്രതി ആ കുട്ടികളുടെ ബന്ധുവായിട്ടുള്ള സുക്മാൻ മണ്ഡാവി. ആ കാര്യത്തിൽ ഊന്ന് എന്ന് പറയും. ഞാൻ അതിലേക്ക് പറയുന്നത്, ഞാൻ ഛത്തീസ്ഗഡിന്റെ പ്രശ്നത്തെ കുറിച്ച് പറയുന്നതിന്റെ മാവോയിസ്റ്റിനെ പറ്റി സംസാരിക്കേണ്ട, അതല്ല വിഷയം. ഇതിലേക്ക് അതിന് ടെക്നിക്കാലിറ്റീസ് അറിയണ്ടേ? ഒരു ടെക്നിക്കാലിറ്റീസ് ഇല്ല. ഇതിൽ ആദ്യം പറയും. ഇതിൽ ആദ്യം പറഞ്ഞിട്ട് പോകാം മാവോയിസ്റ്റിലേക്ക്. ഇല്ലില്ല, അല്ലെങ്കിൽ ഇതിൽ പറയും. വളരെ കർശനമായിട്ടുള്ള ചെക്കിംഗ് നടക്കുന്നത് എന്ന കാര്യം താങ്കൾക്ക് അറിയണ്ടേ? അതിന്റെ പ്രധാന പ്രശ്നമാണ് മാവോയിസം. അപ്പൊ അത് പറയാതെ പോകാൻ പറ്റുമോ? എനിക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കൂ. ബുദ്ധിമുട്ടാവോ? എനിക്ക് പറയാതെ ഈ വിഷയത്തിൽ പ്രതികരിക്കൂ. ഈ പറഞ്ഞ പലായൻ രജിസ്റ്റർ താങ്കളൊന്ന് കേൾക്കൂ. പലായൻ രജിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ താങ്കൾക്ക് അത് കേൾക്കണ്ട, അത് താല്പര്യമില്ല. വന്ദന ഫ്രാൻസിസ് രണ്ടാം പ്രതി, സുക്മൻ മണ്ഡാവി മൂന്നാം പ്രതിയാക്കിക്കൊണ്ടാണ് ഈ FIR ഇട്ടിരിക്കുന്നത്. അതിന്റെ കാരണം ഇതാണ്. മാത്രമല്ല, അവിടെ മതപരിവർത്തനവും ആൾക്കടത്തലും നടന്നിരിക്കുന്നു എന്നാണ് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. മാവോയിസ്റ്റുകളെ പറ്റിയൊന്നും പറഞ്ഞിട്ടില്ല. മാവോയിസ്റ്റുകളടക്കം ഛത്തീസ്ഗഡ് നേരിടുന്ന വിശാലമായ ഒരുപാട് ഭീഷണികൾ ഉണ്ടാകും. അത് നമുക്ക് പിന്നെ സംസാരിക്കാം. ഇപ്പൊ ഇതിൽ പറയൂ. ഒരുപാട് കാര്യങ്ങൾ പറയാം. ഇതിൽ പറയൂ മിഥുൻ. ഈ വിഷയത്തിലല്ലാതെ മിഥുൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇടപെടും. ഈ വിഷയത്തിലല്ലാതെ മിഥുൻ എന്ത് പറഞ്ഞാലും ഞാൻ ഇടപെടും. മനസ്സിലാക്കിയിട്ട് സംസാരിക്കൂ. മിഥുൻ ഈ വിഷയത്തിൽ മറുപടി പറയണം. ഛത്തീസ്ഗഡ് അനുഭവിക്കുന്നു. നോക്കൂ, കേരളത്തിൽ താങ്കൾക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളായിരിക്കില്ല. കേരളത്തിന് പുറത്ത് സഞ്ചരിച്ച് കഴിയുമ്പോൾ പല സ്ഥലങ്ങളും അങ്ങനെയാണ്. ഛത്തീസ്ഗഡ് ഒരു മാവോയിസ്റ്റ് ഇൻഫ്ലുവൻസ് ഉള്ള സ്ഥലമാണ്. ടോണി ജോസഫ് പുഞ്ചേക്കുന്നേൽ, ഇവിടെ ഇപ്പോ ഈ ഛത്തീസ്ഗഡുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ് നടന്നിരിക്കുന്നത് മതപരിവർത്തനവും ആളെ കടത്തലുമാണ് എന്ന്. അപ്പൊ ഇനിയിപ്പോ സുപ്രീം കോടതി വരെ പോയാലും ഇപ്പൊ ഇതിനോടകം തന്നെ ഛത്തീസ്ഗഡിലെ പോലീസ് ഇവരെ കുറ്റവാളികളാക്കിയിരിക്കുന്നു. അവർക്ക് ശിക്ഷ നൽകേണ്ടതാണ്. ആ കുറ്റം ശിക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദീപികയിൽ ഇങ്ങനെ കങ്കാരു കോടതി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെ പരോക്ഷമായി വിമർശിച്ചിട്ട് കാര്യമില്ല. അതിനപ്പുറത്തേക്ക് സ്ഥിതിഗതികൾ എത്തിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അടുക്ക ടോണി ജോസഫ് പുഞ്ചേക്കുന്നേൽ